വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന മാവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം മാർച്ച് 5 മാറ്റി. അതിനിടെ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നതോടെ PTA റഹീം MLAയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖും തമ്മിൽ പ്രത്യാരോപണങ്ങളും തുടങ്ങി. വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന മാവൂർ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് മാർച്ച് 5 മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ അസൗകര്യമാണ് ഉദ്ഘാടനം മാറ്റാൻ കാരണമെന്നാണ് സൂചന. അതിനിടെ ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നതോടെ PTA റഹീം MLAയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖും തമ്മിൽ പ്രത്യാരോപണങ്ങളും തുടങ്ങി. 2016 ഫയർ സ്റ്റേഷൻ തുടങ്ങുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ മാവൂർ എന്നത് തെറ്റി ഏലൂർ എന്ന് വന്നെന്നും അത് തിരുത്താൻ 3 വർഷമെടുത്തുവെന്നും അതുകൊണ്ടാണ് മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ താമസിച്ചതെന്നുമുള്ള വാദമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉന്നയിക്കുന്നത്. എന്നാൽ വസ്തുതകളുമായി ഇതിന് ബന്ധമില്ലെന്ന് MLAയും പറയുന്നു. ഏലൂർ എന്നത് എറണാകുളം ജില്ലയിലെ ഒരു വ്യവസായ കേന്ദ്രമാണ്. സർക്കാർ തീരുമാനപ്രകാരം അവിടെ ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കുകയും അത് ഇപ്പോഴും പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നുണ്ടെന്നും MLA പറയുന്നു. മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി തീരുമാനമുണ്ടായത് 2019 മെയ് 3 മുഖ്യമന്ത്രി അധ്യക്ഷനായ യോഗത്തിലെ തീരുമാനപ്രകാരം ഫയർ ആൻഡ് റെസ്ക്യൂ ഡയറക്ടർ സംസ്ഥാനത്ത് 31 പുതിയ ഫയർ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നതിനുള്ള മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും അതിൽ 13ാം നമ്പറായി മാവൂരിനെ ഉൾപ്പെടുത്തുകയുമായിരുന്നു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അടക്കം 31 സ്ഥലങ്ങളിലായിരുന്നു ഈ ലിസ്റ്റിലുണ്ടായിരുന്നത്. എന്നാൽ മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി ലഭ്യമാവണമെങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള താൽക്കാലിക സംവിധാനം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനം ഏർപ്പെടുത്തണമെന്ന് സർക്കാരിൽ നിന്നുള്ള വിവരം ലഭിച്ചതോടെ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ പഞ്ചായത്തിന് സാധിക്കാതെ വന്നതോടെ 2021 ഉത്തരവിലും സ്ഥലസൗകര്യം ലഭ്യമാക്കിയ 5 ഇടങ്ങളിൽ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് ഫയർ സ്റ്റേഷനുകൾ തുടങ്ങുന്നതിന് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ മാവൂരിനെ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. 5 കേന്ദ്രങ്ങളിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് ഇറക്കിയ ഈ ഉത്തരവിൽ മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകിയതായ പരാമർശം ഉൾപ്പെടുത്തുകയായിരുന്നു. മാവൂർ ഗോളിയർ അയൺസ് കമ്പനി അധികൃതർ ഒരു ഹെൽത്ത് സബ് സെൻറ്റർ തുടങ്ങുന്നതിന് സർക്കാരിന് വിട്ടുകൊടുത്ത സ്ഥലത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കാൻ MLA 40 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നുവെന്നും PTA റഹീം MLA പറഞ്ഞു. പണി പൂർത്തീകരിച്ചിട്ടും പഞ്ചായത്തിൽ നിന്ന് പ്രസ്തുത കെട്ടിടത്തിൻ്റെ നമ്പറും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് വീണ്ടും കാലതാമസം വരുത്തി. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റ ശേഷം ബിൽഡിംഗ് നമ്പർ നൽകുകയും വൈദ്യുതി, വെള്ളം എന്നിവ ലഭ്യമാക്കുകയും 2026 ജനുവരി 16 ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റും ബിൽഡിംഗ് സർട്ടിഫിക്കറ്റും നൽകുകയും ചെയ്തതോടെ ഫയർ സ്റ്റേഷൻ എന്ന മാവൂരുകാരുടെ സ്വപ്നത്തിലേക്ക് സർക്കാർ അധികൃതർ എത്തിയത് എന്നാണ് MLAയുടെ വാദം. കൃത്യം 1 മാസവും 3 ദിവസവും പൂർത്തിയായ ഇക്കഴിഞ്ഞ 19 മാവൂരിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് 18 തസ്തികകൾ സൃഷ്ടിച്ച് സർക്കാർ ഉത്തരവ് നൽകുകയും ചെയ്തു. CTV പ്രാദേശിക വാർത്ത, മാവൂർ.